ഹായ്, ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു അടിപൊളി പുഡിങ്ങിന്റെ റെസിപ്പി പരിചയപ്പെടാം. അറേബ്യൻ ബ്രെഡ് പുഡിങ്ങിന്റെ റെസിപ്പിയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് കൂടിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റിയാണ്. വീട്ടിൽ സൽക്കാരങ്ങൾക്കും വിരുന്നുകാർക്കും ഒക്കെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. ആദ്യം ഒരു സോസ് പാനിലോട്ട് ഒരു 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഒരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലൊരു 1/4 കപ്പ് പാല് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാം. ഇത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള 1/2 ലിറ്റർ പാലിൽ തന്നെ കുറച്ച് പാലെടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് ആ ഒരു പാലിലേക്ക് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. ഈ പാലും കസ്റ്റർഡ് മിക്സും ഒക്കെ നന്നായിട്ട് മിക്സ് ആക്കി ഒട്ടും കട്ടയില്ലാതെ ആയതിനു ശേഷം പിന്നെ നമുക്കിത് ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കാം. എന്നിട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം പഞ്ചസാര കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിക്കാണ് ചേർത്ത് കൊടുക്കുക. നമ്മളിത് ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിക്കുന്ന സമയത്ത് മധുരം കുറഞ്ഞു പോകരുത്. അപ്പോൾ ഒരു 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് കുക്ക് ചെയ്ത് കസ്റ്റർഡ് പൗഡർ നന്നായിട്ടൊന്ന് കുക്കായി കുറുകി വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഒരുപാട് കുറുകി വരണമെന്നില്ല. നമുക്കിത് ബ്രെഡിലോട്ട് ഒഴിക്കുമ്പോൾ ഒന്ന് വലിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ അതവിടെ മാറ്റി വെച്ച ശേഷം പിന്നെ നമ്മൾ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പുഡിംഗ് ട്രേ എടുക്കുക. എന്നിട്ട് അതിൽ നമുക്ക് ബ്രെഡ് വെച്ച് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് ആ ട്രേക്ക് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്യുന്ന രീതിക്ക് ബ്രെഡ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു കസ്റ്റേർഡ് പാൽ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ബ്രെഡിന് മേലെ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ തന്നെ നമുക്ക് ഒരു ലെയറും കൂടി റിപ്പീറ്റ് ചെയ്തെടുക്കാം. ഒറ്റ ലെയറായിട്ട് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പം ഞാനിവിടെ 2 ലെയറായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ആ ബ്രെഡിന് മേലെ ഈ കസ്റ്റർഡ് മിക്സ് വീണ്ടും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. ഇനി ഒരു ബൗളിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ ക്രീം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ട് നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ മിൽക്കി മേഡും ക്രീമൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ആയ ശേഷം പിന്നെ നമുക്കിത് നമ്മുടെ പുഡിങ്ങിൻ്റെ മേലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പുഡിങ്ങിൽ ഒഴിച്ചിട്ടുള്ളത് നന്നായിട്ടൊന്ന് സെറ്റായിട്ട് ഒഴിക്കുകയാണെങ്കിൽ അങ്ങനെ ഒഴിക്കുക. അപ്പോൾ ഞാനിവിടെ അത് സെറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യുന്നില്ല, ഇപ്പം തന്നെ ഒഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കിയ ശേഷം അതിൻ്റെ മേലെ ഈ ക്രീമിൻ്റെ ലെയർ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ടൈം ഇല്ലാത്തത് കൊണ്ട് ഇപ്പം തന്നെ ഒഴിക്കുക ചെയ്തത്. എന്നാലും നല്ല അടിപൊളി ടേസ്റ്റാണ്. എന്നിട്ട് അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ പിസ്തയും ബദാമും ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ചുരുങ്ങിയത് ഒരു 4 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ നന്നായിട്ട് തണുത്ത് സെറ്റായിട്ട് കിട്ടും. ഞാനിവിടെ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ പിറ്റേന്ന് രാവിലെയാണ് ഇത് എടുക്കുന്നത്. അപ്പം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതുവരെ ബ്രെഡ് പുഡിംഗ് റെഡിയാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗാണ്. വായിലിട്ടാൽ ഇങ്ങനെ അലിഞ്ഞു പോകുന്ന നല്ല പാലിൻ്റെ ക്രീമിൻ്റെ ഒക്കെ ടേസ്റ്റുള്ള നല്ല ടേസ്റ്റുള്ള ഒരു പുഡിംഗാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.